ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീഷ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നിജി ചേട്ടാ. ഇന്ന് നമ്മളെവിടെ പോകുന്നതറിയാ? നമ്മളെ ഫുൾ ജോളി ടീമിൻ്റെ 6ാം വാർഷികം കേട്ടാ. നമ്മളെ ടീമാണ് ഫുൾ ജോളി ടീം. ഇപ്പം നമ്മളെ അനിയന്മാരെല്ലാം കൂടി നടത്തുന്ന പരിപാടിയാണ്. എല്ലാവരും ഉണ്ട് നമ്മുടെ ടീമെല്ലാം. അവരുടെ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടാ. അവരെ ഒത്തൊരുമ, ആ ഒരു സഹോദരി, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഭയങ്കര ഇതാണ്, കൂട്ടുകെട്ടും. എല്ലാവരും കൂടി ഈ പരിപാടി നടത്തുന്ന 6ാമത്തെ വാർഷികമാണ്. എല്ലാ വർഷവും അവർ നല്ല അടിപൊളിയായിട്ട് കൊണ്ടാടലുണ്ട്. ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ നാട്ടിൽ, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ പോകാൻ ലേറ്റായി പോയി. പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ പോയാൽ പിന്നെ ഗംഭീരാവൂലേ? ഫോണിൽ ചാർജ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ചാർജിലാക്കാൻ കുറച്ച് സമയം നിന്ന് അവിടെ പ്രസംഗം തുടങ്ങി. നമുക്ക് വേഗം പാഞ്ഞും പോവാം. എന്താ പറയണ്ട, നമുക്ക് അമ്മ കഴിഞ്ഞാലും പോയില്ലേ? ഉഷാറാണ്. സമ്മാനങ്ങൾ നമ്മൾ ഓണാഘോഷത്തിനല്ലേ, ഇത് വാർഷികത്തിന്റെ പറയുന്നത്. എന്തെങ്കിലും അങ്ങ് വെടി വെച്ചേക്കല്ലേ, കൊള്ളുന്നുണ്ട കൊള്ളട്ടെ വെച്ചിട്ട് അടിച്ചു പറയല്ലേ. എന്നാ നമുക്ക് ചങ്ങനെ പറയാ വീട്ടിൽ ചിരിച്ചു മരിക്കുന്നിടക്ക് ഒരു പരിപാടി കാണാം, എന്നിട്ട് വന്നിട്ട് വേണമെങ്കിൽ ചിരിച്ചു മരിക്കാം. അപ്പൊ വാ പോവാ. ഏത് പരിപാടി പോയാലും ഇങ്ങനെ ഒരു യോജിച്ചത്, കാരണം ചില്ലറ വീട്ടുകാര് ഉള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയയില് കറക്റ്റായിട്ട് വന്ന് മക്കളിരുന്ന് അല്ലാതെ നല്ല എന്താ പറയാ അച്ഛനത്തോടെ ഇരുന്ന് അതിന് ആ ഒരു വീശ്വസിക്കുമ്പോൾ തന്നെയാണ് അത് കാണാൻ വളരെ സന്തോഷമാണ്. ഈ സന്തോഷം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനേക്ക് പോലെ ഈ സന്തോഷം അങ്ങനെ പങ്കുവെക്കുകയാണ്. എന്നെ നിങ്ങൾ ഒരുപാട് പരിപാടികൾ നടത്താനുണ്ട്, ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല. പിന്നെ എന്ത് പരിപാടിയായാലും സാധാരണ മുണ്ടേരി പഞ്ചായത്തിലെ 4ാം പടയുടെ പരിപാടി നടക്കുമ്പോൾ എന്നൊന്നും കാണാൻ. എല്ലാവർക്കും നമസ്കാരം. ഫുൾ ജോളി ടീമിന്റെ 6ാം വാർഷികാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ദിലീപാട്ടൻ, അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ CH നസീർ, അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളുടെ നേതൃത്വം നൽകിക്കൊണ്ട് വലിയ പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തെ ഈ 6ാം വാർഷിക പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തെ ഈ ഒരു മയക്കുമരുന്നായാലും അതുപോലെ തന്നെയുള്ള ദുശീലങ്ങളൊക്കെയുള്ള ഒരു നാടിന്റെ വലിയൊരു പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മക്കള്, നമ്മുടെ ഇനി വരുന്ന മക്കളും പുതിയ തലമുറയൊന്നും അതിലേക്ക് വഴുതി വീഴാത്ത രീതിയിൽ നമ്മുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രദേശത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ വലിയ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലുള്ള കുട്ടികൾ കോവിഡ് സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ കുട്ടികളാണ്. സമൂഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നല്ല സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നാളെയുടെ നല്ല തലമുറകളെ വളരാൻ നമ്മുടെ കുട്ടികൾക്ക് ആവണമെന്നാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പരിപാടിയിൽ ഈ ഒരു കൂടിയുള്ള ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നതോടൊപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഈ 4ാം വാർഡിലെ മെമ്പർ എന്നുള്ള രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ നസീറിന്റെ നന്ദി പ്രകാശനത്തിനായി ഫുൾ ജോളി ടീം മെമ്പർ അക്ഷയ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്വാഗത ഭാഷകൻ ശ്രീ P. ദിലീപ് കുമാർ, അധ്യക്ഷൻ CH നസീർ, ഉദ്ഘാടകൻ ശ്രീമതി അനീഷ. ആദ്യമായി എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് ഫുൾ ജോളി ടീം കുറവൂരിന്റെ 6ാമത്തെ വാർഷികാഘോഷമാണ്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാട്ടുകാരുടെ പ്രദേശവാസികളുടെ നൃത്തം, പാട്ട്, തുടർന്ന് ഗാനമേള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പലരും പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പരിപാടി ഉണ്ടായി അവിടെ ഒരു ഗ്രൗണ്ടിലാണ്. ഈ വർഷം അത് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലേക്ക് മാറുന്നു.
ചെറിയൊരു പ്രോഗ്രാം, ഇതുപോലൊരു പരിപാടിയോ ഓണാഘോഷ പരിപാടി, വിഷുവാഘോഷം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി പോലും നമുക്ക് ഈ പ്രദേശത്ത് ഒരു നല്ല ഗ്രൗണ്ട് ഇല്ല എന്നത് ഒറ്റയടിക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഫുൾ ജോളി ടീം എന്നുള്ള പേര് ഈ ഒരു പരിപാടിയിൽ മാത്രമായി ഒതുങ്ങി പോകാറുണ്ട്. കാരണം പല കഴിവുള്ള കുട്ടികളുണ്ടായിട്ടും അത് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ആവാനും മറ്റു മത്സരം, അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഞാൻ പറയാണ്, ഒരു ഗ്രൗണ്ട് പെട്ടെന്നൊരു ദിവസം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ളത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ വളർന്നു വരുന്ന തലമുറക്ക് ഞങ്ങളടക്കമുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്തു തരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെ എത്തിപ്പെടാൻ കഴിയാതെ പോയ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതിനൊരു ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ എല്ലാ തിരക്കിനിടയിലും ഇനിയിപ്പോൾ എൻ്റെ ഔദ്യോഗികമായ കടമ നന്ദി പ്രകാശനാണ്. ഇത്രയും തിരക്കിനിടയിൽ, നമുക്കറിയാം ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു, ഇത്രയും തിരക്കിനിടയിലും ഈ പരിപാടിക്ക് നമ്മളെക്കാൾ, ശരിക്കും ഞങ്ങളുടെ മെമ്പേഴ്സിനേക്കാൾ മുന്നേ ഇവിടെ എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറിനും ഹൃദയം നിറഞ്ഞ നന്ദി ഫുൾ ജോളി ടീമിലെ ഓരോ മെമ്പറുടെ പേരിലും നാട്ടുകാരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി വേണം. പിന്നെ സ്വാഗതം പറഞ്ഞ ദിലീപേട്ടൻ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു ഫോൺ കോൾ മതി ഓടിയെത്താൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ എല്ലാ പരിപാടിക്കും ദിലീപേട്ടനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദിലീപേട്ടന് അത്രയും സംസാരിക്കാനും കഴിഞ്ഞത് ഞങ്ങളുടെ ടീമിനെ കുറിച്ചും ഇവിടുത്തെ പരിപാടികളെ കുറിച്ചും. അപ്പോൾ ദിലീപേട്ടനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. രാഘവട്ടൻ ഇടാം, KC രാഘവട്ടൻ എന്തെല്ലോ പറയണമെന്ന് പറയുന്നത്. നമുക്ക് എല്ലാം നിങ്ങളെ പറയാനുണ്ടെന്ന് പറഞ്ഞേ, എന്തെല്ലോ പ്രസംഗിക്കണം പറഞ്ഞേ. ഇല്ല പറയല്ല അടുക്ക്. ഇത്ര നല്ല ഒരു മനോഹരമായ ഒരു തീരം ഇങ്ങ് നോക്കിട്ട് പറ. എടോ, ഇത്ര നല്ല മനോഹര തീരമില്ല. വയലാർ രാമവർമ്മയും മറ്റൊക്കെ പറഞ്ഞിട്ടില്ലേ, നല്ല ഭാഷകളില് കലകളിൽ നല്ല പാട്ടുകളൊക്കെ എത്തിയിട്ടില്ലേ. ഇത്ര ഐക്യമുള്ള കുട്ടികൾ, ഇത്ര ഐക്യമുള്ള ഒരു 10-24 പേര് എൻ്റെ വീട്ടിൽ വന്നു. മിനിഞ്ഞാന്നൊരു ദിവസമോ 10-24 കുട്ടികളുണ്ട് അവിടെ. ഞാൻ വിചാരിച്ചു പാർട്ടീൻ്റെ വോട്ട് പിടിക്കാനാണ്. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടികൾ പാർട്ടീൻ്റെ ആരംഭം ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു പാർട്ടീൻ്റെ ആളല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പാർട്ടീൻ്റെ ആൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഇത്രയും ഒരു ഡീസൻസ് കോഴ്സ് ചെയ്തിട്ട് ഇത്രയധികം ഒരു തൻ്റെ പോലെ ഒത്തൊരുമ, അതാ എൻ്റെ വാക്കിൻ്റെ വില. തൻ്റെ ഒത്തൊരുമ. ഇപ്പം കാണുന്ന ഈ ഡ്രസ്സുകളൊക്കെ, ഇത് ഡ്രസ്സിനെ കൊണ്ട് മാത്രമൊന്നും വിജയം നേടാൻ പറ്റില്ല. ഇത്രയധികം ഒറ്റക്കെട്ടായിട്ടിരിക്കുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് പഞ്ചാബിൽ പോയിട്ട് ഞാൻ പട്ടാളത്തിൽ ഞാൻ പോയിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പഞ്ചാബ് റെജിമെൻറ്റിൽ പോയിരുന്നായിരുന്നു. അപ്പോൾ അവിടെ പട്ടാളത്തിൽ പോയിരുന്നൊരു കാലത്ത് ഞാൻ റേഞ്ചർ ഓഫീസറായിട്ട് നീങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പറയുന്ന കള്ളത്തരാണ്. കീബോർഡ് വായനയുമായി വേദിയിലെത്തുന്നു ആദിഷ് KC ആദിത് ലാൽ. ഇടക്ക് വെടി വെച്ചോ, ഉള്ള ഇടക്ക് കാര്യം പറയണം. അപ്പൊ അവിടെ പഞ്ചാബിൽ പോയാലോ, പിന്നെ ഇവിടെ പാർട്ടി നേതൃത്വത്തിൽ 1967 ഇപ്പൊ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. നിങ്ങളെ എല്ലാ പാട്ടും ടോപ്പാണ്. എന്റെ എല്ലാ പാട്ടും റെക്കോർഡ് ചെയ്യുന്നില്ലേ. നീ മറക്കും ഉയിലേ എങ്ങനെ നീ മറക്കും പാടം പച്ച
പാവാടയിട്ടപ്പോൾ പാവം നീ എത്ര മേലോട്ട് പോയി. പകലവനന്ന് മയങ്ങുമ്പോ അകത് വച്ച മുറിക്കുള്ളിൽ മടുവിധമായിട്ടുറങ്ങുന്ന പൊടുവിടുവാൻകുട്ടി. പകലവനന്ന് ഗാനത്തിൻ്റെ രചന സംവിധാനം സഖാവ് കെസിആർ. ഈ ഗാനാലാപനം കെസിആർ, രചന വിതരണം. കൂട്ടിലിരുന്നൊരു തത്തമ്മക്കിളി പാട്ടുപാടാൻ തുടങ്ങി. കോഴിക്കോട്ടെ കുഞ്ഞു വിവി കുളി കഴിഞ്ഞൊരുങ്ങി. കൂട്ടിലിരുന്നൊരു തത്തമ്മക്കിളി പാട്ടുപാടാൻ തുടങ്ങി. കോഴിക്കോട്ടെ കുഞ്ഞു find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. പരിപാടിയിൽ മുഴുകിപ്പോയാ? അടുത്തതായി ഒരു നൃത്തവുമായി എത്തുന്നു ആദിത് ആൻഡ് സിയോണ.
നടവഴിയിൽ വർഗം കഴിഞ്ഞ കാലം കാരിപ്പെണ്ണിനും തോമച്ചെറുമനും മരമുത്തി നൽകിയ സമ്മാനം. ഡെക്കറേഷൻസിനും പ്രകാശാട്ടിനും ഫുൾ ജോളി ടീമിന്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് സന്തോഷം മാത്രമാ മനക്കലില്ല.
മടകാളി പെണ്ണെ ഒരു വല്ലം ഭർത്താക്കന്മാരാണ് കളിക്കുന്നുണ്ട്. ഭാര്യമാർ സ്റ്റേജിലും ഭർത്താക്കന്മാരാണ്. നമ്മളെ മുത്തപ്പന്റെ നാടോടി നൃത്തം കളിച്ച ആളായത് കേട്ടോ. അടിപൊളിയാക്കി കേട്ടാ. എന്നാ പേര്? അടിപൊളി. നീ ഏച്ചു പടന്ന് കളിച്ചില്ലേ? കളിച്ചില്ലേ? ഞാൻ കണ്ടു കേട്ടാ. സൂപ്പറായി, നല്ല രസമുണ്ട് കേട്ടാ. ബിരിയാണി അടുത്തതായി ഒരു ഹൂല ഹോം ഡാൻസ് കളിക്കുന്നു. അച്ചോട്ടനുണ്ട്, സിജിയേട്ടനുണ്ട്, ഇടാ രാശാട്ടുണ്ട്. മുതലാളി വന്നിട്ട് നമ്മളെ അല്ല നിങ്ങള് നേരത്തെ സുധി എന്ന് പറഞ്ഞ ആളല്ലേ? നിങ്ങൾ നേരത്തെ ഡാൻസ് കളിച്ചല്ലേ? ഡാൻസ് നിങ്ങൾ വിചാരിച്ചോളെ കളിക്കാൻ പറ്റിയ അങ്ങനെ? പക്ഷെ നല്ല അടിപൊളിയായി. ഇനി ഒന്നും കൂടെ വേണേ, പെട്ടെന്ന് തീർന്ന തോന്നിക്കണം. ആയിരത്തിലറിയുന്നു. അടുത്തിനൊന്നും കൂടെ 2 എണ്ണം വേണം കേട്ടോ.
क्यों न जाए तू हो री रे रसिया खिलाना क्यों न जाए तू हो री रे रसिया मुझे भूल जाए दुनिया कहाँ है गठरी की तमन्निया तेरी मलू गुलाल रंग बता बुलू या लाल तेरे उड़ते बाल आजा रंग दूध दोनों का अरे कबीरा
ഈ ടീമിന്റെ താരങ്ങളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അങ്ങ് പരന്ന് കിടക്കുന്ന ഇത് നേതാവാണ് നമ്മളെ. നേതാവ് എന്തെങ്കിലും പറയണ്ട? നേതാവ് പൊളിച്ചില്ലേ? ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഇനി വരുന്ന ഭാവി തലമുറക്ക് ഒരു പ്രചോദനമാവട്ടെ ഈ കുട്ടികൾ. പൊളിച്ചടുക്കി. ഞാൻ ആദ്യമായിട്ട് ഇവരെ വാർഷികത്തിന് നാട്ടില്. ഞാൻ ഒരുപാട് വാർഷികത്തിനുണ്ട്, പക്ഷേ ഈ പ്രാവശ്യത്തെ വാർഷികം വളരെ അടിപൊളിയായി. അതെയാ, സൂപ്പർ കേട്ടു. അങ്ങനെയല്ലേ വേണ്ടേ? അതെ. രാശേട്ടാ, രാശേട്ടാ, രാശ പഞ്ചാര ഇരുന്ന് ഇവിടെ നടക്കൂലേ? ചേട്ടാ ചേട്ടാ ബിരിയാണി കഴിഞ്ഞാ? എടുക്കാൻ ഗിരീശേട്ടൻ പ്രത്യേകം പറയാം. പുറമെ അമ്പലത്തിൽ ഉള്ളിയാന്ന് മാറ്റി. നമുക്കൊന്നും അറിയില്ലേ നിങ്ങൾ ഇടിയില്ല എന്താ? ബിരിയാണി കഴിച്ചാ? പിന്നെ ഒരു 25 പിന്നെ നമ്മളൊരു 10-40 കഴിക്കാനുണ്ട്. ഒരു 10-60 ഭക്ഷണം ബാക്കിയുണ്ട്. ഭക്ഷണം ബാക്കിയാണ് കേട്ടോ. മത്സട്ടാ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കും, ഒരേ അച്ചാർ കൊണ്ടുവരാക്കല്ല. സംഭവം പൊളിച്ചില്ലേ? ഒരാൾക്ക് കിട്ടാണ്ടില്ല, എത്താണ്ടില്ല, ഒന്നുമില്ല. പരിപാടിയും പൊളിച്ച്, ഭക്ഷണം പൊളിച്ച്, പരമാവധി എല്ലാം നോക്കി കണ്ടി നമ്മൾ ആൾക്കാരായ സഹകരണം സജീവമായിട്ട് ആൾക്കാരുണ്ടല്ലേ? പിന്നെ നല്ല സഹകരണമുള്ള ആൾക്കാരും പിന്നെ നമ്മളും എന്തായിരുന്നു എല്ലാ സംഭവത്തിനും കുറച്ചാള് പോയി കേട്ടോ. നമ്മളെ കൂട്ടാണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് അത് പറ. ബിരിയാണിയെ പറ്റി അഭിപ്രായം പറ. ബിരിയാണി ക്ലാസ് ആണ്, നിന്നെ ഇവിടെ നമ്മളെ കൂട്ടാണ്ട് ബിരിയാണി മുഖത്തൊക്കെ വന്നിട്ട് ബിരിയാണി നെയ്യും ആയതും ചിക്കനെല്ലാം ശരിക്കും ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അടുക്കേ പച്ചക്കറി ബിരിയാണി ചിക്കനാ. നീ എവിടെ നിന്ന് കുടിക്കോട്ടൊക്കെ തിന്നിട്ട് വന്നാ? ചിക്കൻ പ്രത്യേകം നമ്മൾ വേറെ ചിക്കൻ ബിരിയാണി ആക്കിയിട്ട് തിന്നില്ല. അതായത് പറയണ്ട. നീ തിന്നു, നീ അതിനുള്ള ആളുണ്ട്. എന്നോടൊരു പാട്ട് പാടാൻ പറ്റി എനിക്ക് വലിയ ഗമ അല്ലേ? നമ്മള് ചെറിയ ചേട്ടാ പിള്ളേരെ അനുഗ്രഹിക്കണം കേട്ടോ. നിങ്ങൾ വെറുതെ കൊടുത്തിട്ട് അങ്ങ് തലമുറ വലിയ വീട്ടിലാട്ടാ. അന്ന് ബോഡി കാണിച്ചില്ലേ ഇവനാട്ടാ, നമ്മളെ ജീൽ ബോഡി കാണിച്ചേ. സമ്മാനദാനം നിർവഹിക്കാനായി ദിലീപ് സാറിനെ വിളിക്കുന്നു. അർജുൻ കൃഷ്ണ, സൂര്യകിരൺ, പോല സമ്മാനം കിട്ടി. സന്തോഷായ? ആയുഷ്, ദേവനാഥിനിൽ സമ്മാനദാനം നിർവഹിക്കാനായി നന്ദകുമാറിനെ ക്ഷണിക്കുന്നു.
ഗ്രീഷ്മ ലിജു, സന്ധ്യ, വന്നിട്ട് സമ്മാനദാനം നിർവഹിക്കുന്നത് രഗീഷ്. അതാ ഭാര്യക്ക് സമ്മാനം കൊടുക്കുന്ന വാർത്ത വേണ്ട. മൈ 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 ശൈലേഷ് സമ്മാനദാനം നിർവഹിക്കാതെ. കഴിഞ്ഞേട്ടാ അനുനന്ദ ആൻഡ് ശ്യാമിലി, കഴിഞ്ഞേട്ടാ അക്ഷയ ബിജു, അദീന, സമ്മാനദാനം നൽകാനായി പ്രസിദ്ധേഷ്. അഴിമതിയൊന്നുമല്ലല്ലോ. അഴിമതിയാ ഏറെ വിട്ടിട്ട് കൊടുക്ക. ശ്രിയ, ഏറെ വിട്. ശ്രീലക്ഷ്മി, വേദ ആൻഡ് കിരൺമയി. അതെ വേദേ ഇങ്ങോ വാ. ഉത്തര, അനുനന്ദ ആൻഡ് ശ്യാം. ചേട്ടാ സമ്മാനം ബാക്കി എന്നാ ഒന്നെനക്കന്നെ ബോക്സിൽ കൊടുത്തോ ഇങ്ങോട്ട് ചങ്ങായിമാരെ ഓളെയും മോളെയും മോനൊന്നും കളിച്ചിട്ടില്ലല്ലേ? മോനൊന്നും കളിച്ചിട്ടില്ലല്ലോ. ഉറക്കണ്ട നിമിഷേച്ചി. ചങ്ങായിമാരെ ഗംഭീരമായ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടിട്ടില്ല കേട്ടിട്ടാണ്. ആരാ എടുക്കുന്ന ആദ്യം? ആരും നോക്കുന്നില്ല കാണുന്നില്ല മറ്റേ പരാതിന് അതങ്ങ് തീർന്നു. ഇങ്ങോട്ടോക്ക്. എടുത്തോ. കാണിച്ച നമ്പർ
നമ്പർ പറയടാ. ചിക്കൻ ബിരിയാണി കൈമുട്ടാത്ത നീ വേറെ ബിരിയാണിന്റെ കൈമുട്ടാതെ സദാ ഫാൻസി കുടിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് ആണ്. നാടകത്തിനായി സന്ധ്യകളുടെ ഏറ്റവും അടിയിൽ സോഫിയ 453 453 സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് ആണ്. ഒരിന്തക്കെ 1609 1609. താങ്ക് യു പ്രണവ്. അടുത്തതായി 15 നമ്പർ ലേഡീസ് ചപ്പൽ സ്പോൺസർഡ് ബൈ വിസ്മയ ഫുഡ്വെയർ കൊടുങ്ങിക്കോട്ട. നറുക്കെടുപ്പിനായി ശിശിത്രി എടുത്ത് നോക്കിട്ട് മാറ്റല്ല നിങ്ങള്. സ്പോൺസർ ചെയ്യുന്ന ലേഡീസ് ചപ്പലിനുള്ള നറുക്കെടുപ്പാണ്. നാരായണൻ 463 നമ്പർ നാരായണൻ 463. ശ്രേയസ് 1287 1257. അടുത്തായി 13 നമ്പർ ഷർട്ടാണ്. കലാ കളക്ഷൻസ് കുടിക്കപ്പെട്ടതാണ് ഷർട്ട്. ജിത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജിത്തോടെ ചേട്ടാ അണ്ടി എടുക്കണ്ട കേട്ടാ. രണ്ടെണ്ണം എടുക്കണ്ടേ? ഒന്നെടുത്ത ഞാൻ രണ്ടെണ്ണമായി കളിഞ്ഞു പോയി. സിതാര 825 825. പ്രേക്ഷകർ നിങ്ങൾക്ക് ഭയങ്കര ഫാനാണല്ലോ, ഫാൻസ് ആണല്ലോ, ഭയങ്കര കൈമുട്ടലാണല്ലോ. ആരും വരുമ്പോ ഇങ്ങനെ കൈമുട്ടിയില്ല കേട്ടാ. അടി നടക്കെടുത്തില്ല. ഇളക്കൽ നിങ്ങൾ ഇവിടെ നടക്കണ്ടല്ലോ ചേട്ടാ. 1414 ഏതാ ചിരി? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. രാജേഷ് ആ രാജേഷട്ടെ വന്നിട്ടാ. ആ വീട് നോക്കിയാലും മതി. സ്പോൺസർ ചെയ്യുന്ന ലേഡീസ് ബാങ്ക് 9 നമ്പർ നറുക്കെടുപ്പിനായി അഭിനന്ദനെ ക്ഷണിക്കുന്നു. അശ്വതി കൃഷ്ണ 563 563. 8 നമ്പർ അബ്ദുള്ള സ്വീറ്റ് പാലസ് ബേക്കേഴ്സ് അബ്ദുള്ള 8 നമ്പർ നറുക്കെടുപ്പിനെ നമ്മുടെ ആങ്കറായിരുന്ന അശ്വതിയെ ക്ഷണിക്കുന്നു. കൊണ്ടു കൊടുക്കാൻ പണിയായിട്ട് 787 സാട്ടാ നല്ലോണം ഇളക്കിയെടുത്താ.
നമ്മൾ കൊടുക്കേണ്ട അടി കേട്ടല്ലേ ഒന്നും മതി. ആറാം സമ്മാനം ക്ലോക്ക് ഫുൾ ജോലി ടീം സ്പോൺസർ ചെയ്യുന്ന ക്ലോക്കാണ് ആറാം സമ്മാനം. ആരാണ് അഭാഗ്യവാൻ? ഒരു അനിൽകുമാർ പ്ലീസ്. അനിയേട്ടാ ചതിയില് വഞ്ചനയില്ല കേട്ടാ, ചതിയില് വഞ്ചനയില്ല. അശ്വിൻ 915 915. അഞ്ചാം സമ്മാനം 1 കിലോ കേക്കാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്വീറ്റക്സ് ബേക്കറി കുടിക്കുന്നത്. നറുക്കെടുപ്പിനായി അനീഷ് കെ കെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ചിത്ര മനോഹർ 1756. ചിത്ര മനോഹർ നാലാം സമ്മാനമായി ക്ലോക്കാണ്. ആരാധ്യ MP 166 166. രാജേഷിന്റെ കൈകളിൽ ആ ഭാഗ്യവൻ എത്തുന്നു. തള്ളല്ല കേട്ടോടി, തള്ളല്ല, എടുത്താ മതി. സുജീഷ് 327. സുജീഷ്. രണ്ടാം സമ്മാനം 26 കിലോ അരിയാണ് സ്പോൺസർ ചെയ്തിരുന്നത് KK ട്രേഡേഴ്സ് കുടിക്കുമുണ്ട. നറുക്കെടുപ്പിനായി KK ട്രേഡേഴ്സിന്റെ കൊച്ചുമുതലാളിയായ സംശുവിനെ ക്ഷണിക്കുന്നു. അക്ഷയ കൃഷ്ണൻ 557 557. അടുത്തതായി എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാം സമ്മാനമായ ക്യാഷ് പ്രൈസ് 5001 രൂപ സ്പോൺസർഡ് ബൈ FJT പ്രഭു. നറുക്കെടുപ്പിനായി രാജേഷ് ചേലങ്കര, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാജേഷ് ചേലങ്കരയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയോടുകൂടി ആ നറുക്കെടുപ്പ് നമുക്ക് എല്ലാവർക്കും ആ വീണ എടുത്തായില്ലേ. ഒന്നാം സമ്മാനം 5001 രൂപ ഫുൾ ജോലി ടീം സ്പോൺസർഡ് ബൈ ഫുൾ ജോലി ടീം. ഭാഗ്യവാൻ ആയിഷ KP 198. ആയിഷ KP. ഏതെങ്കിലും ആഴ്ച ക്ഷീണായി വേണം നോക്കി. എല്ലാ മെമ്പേഴ്സിനും ഇത്രയും നേരം സഹകരിച്ച നല്ലവരായ നാട്ടുകാർക്കും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഫുൾ ജോലി ടീം മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ചങ്ങായിമാരെ ഇവനെ പോലെ ആയിരിക്കണം ചങ്ങായിമാരെന്ന് പറഞ്ഞാല്. ഒറ്റക്ക് ചോറും തിന്നിട്ട് ഞാൻ കുറച്ച് ചോറ് വായി പേരക്കിട്ട് മയ്യപ്പ ഇനി തിന്നണ്ടേ. ഞാൻ തിന്നാ പിന്നെന്താ ചെയ്യാ? ഉച്ചക്കാട്ട് ഒരു കിള്ളി ചോറ് തിന്നുക, പിന്നെന്താ ചെയ്യേണ്ടത്?
എനിക്കില്ലേ? ഒരിക്കലും ഇല്ല. ഇതിനകത്ത് 4 രാശാനെ കവിച്ചിരിക്കാൻ ഒരു ആരുള്ളത്? അനക്ക് എന്റെ മുഖത്ത് നേലടിക്കണം. അയ്യോ, അങ്ങനെ ഒരിക്കലും ഇല്ല. രാശാണ് ഇതൊന്നും വരില്ലല്ലോ. ഒരിക്കലും ഇല്ല. 4 ആള് വെല്ലാൻ വേണ്ടി രാശി കളിച്ചു. നന്ദി, നമസ്കാരം. പായത്തിലെ കിട്ടണ കാശിനി കള്ളു കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായിടോ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായിടോ.
നിറഞ്ഞ സദസ്സാട്ടോ. ഒറ്റ കസേരയെ ഒഴിവുള്ളൂ.
അല്ലപ്പാ നമ്മളെ ചാട്ടുകാരുടെ പാട്ടൊന്നുണ്ട്, നിങ്ങളൊന്നും പറയാതെ. അഭിപ്രായം പറ നിങ്ങള്. ഒരു നന്ദിയൊന്നും പറയുന്നില്ല നിങ്ങള്. ശരിയില്ലട്ടാ, വളരെ മോശമായി പോയി. ചങ്ങായിമാരെ എക്കോന്നില്ലടാ, എക്കോല് ഇജാതി തുള്ളു, ഇജാതി എന്റർടൈൻമെന്റ്, എൻജോയ്മെന്റ് ഈ അടുത്ത കാലത്തൊന്നും നമ്മളേ ഇല്ല അല്ലേ. പാട്ട് വെക്കലടാ, 2 വാക്ക് നിന്നോട് സംസാരിക്കട്ടെ. നീ എന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ? പെട്ടെന്ന് നീ ചത്തുവെന്ന് ചോദിച്ചില്ല ഞാനെങ്കിലോ. അപ്പോ അതിമനോഹരമായ ലൈറ്റോളി എന്തെന്നാ നിങ്ങള് ഇവിടെ വ്ളോഗ് ചെയ്യുന്ന കാണില്ല. അങ്ങനെ അപ്പൊ എനിക്കെന്നാ പറയാനല്ലേ ഇന്നത്തെ ദിവസത്തിനെ പറ്റി? ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വേറെ ലെവല് ദിവസം. ഞാൻ ഇവിടെ ഒരുപാട് ഓണാഘോഷ പരിപാടിയും ഇവിടുത്തെ വാർഷികലുണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. നമുക്ക് പല ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് ഇന്ന് തുള്ളാൻ തോന്നില്ല. പക്ഷെ ഇന്ന് പൊളിച്ചു കേട്ടാ. എന്റെ മുഖമായ ഇതെല്ലാം കാണുന്ന നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. ഈ പഴയ ലെവലിലേക്ക് തിരിച്ചു അതിന്റെ അപ്പുറം ലെവലിലേക്ക് വന്നോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇവനൊരു പാട്ട് പാടാൻ പോക്കാം. അപ്പൊ എല്ലാവരും ആശംസകളും കേട്ടോ. ആയുണ്ട് പൊളി. അല്ലാണ്ട് ഇപ്പാ ചപ്പാത്തി പക്ഷെ ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെയൊക്കെ കേൾക്കാൻ കേട്ടോ.
ഓക്കെ സന്ദേശോട് ചോദിച്ചോക്കാം. നമ്മളെ നാട്ടിലെ ആദ്യത്തെ ബ്ലോഗറാട്ടാ സന്ധ്യേച്ചി. സന്ധ്യേച്ചി ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കല്ല. നിങ്ങൾക്കെല്ലാം വാക്ചാതുര്യമുള്ള ആളാ. നിങ്ങൾ പറയേ എന്നാന്ന് ശരിക്കും പറ. പോലെ അനുസരിച്ച് പറ നിങ്ങൾ പറ. ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്തിന ഇന്നത്തെ പരിപാടി? നല്ല ഗ്രാൻഡ് പരിപാടി. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ എന്താ പറയണ്ടത്, നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾ കുറച്ച് ടീമുകൾ നല്ലോണം ഡാൻസ് കളിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു. നമ്മൾ പിള്ളേരെ ഒത്തൊരുമയും പിള്ളേരെല്ലാവരും ടോപ്പാണ്. എല്ലാവരും അതുകൂടാണ്ട് നമ്മളെ പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം ഒരുമിച്ച് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത് ഭയങ്കര മുന്തിരിങ്ങ കേട്ടല്ല. പിന്നെ മുന്തിരിങ്ങ കിട്ടു. ഇത് കിട്ടുന്നില്ലടാ. പിടിച്ച പ്ലേറ്റ് ശരിയില്ല. രണ്ട് പത്തൊക്കെ മുറിച്ചുണ്ടെന്ന് അതിന്റെ മുന്തിരിങ്ങ പറഞ്ഞപ്പോൾ മുന്തിരിങ്ങ കൊണ്ട് ഇതാ പ്രസാദിന്റെ ഓളെ സമ്മാനം കേട്ടോ. രണ്ടെണ്ണം തീർന്നു പോകും. കൈ വെച്ച് മൂടി ഇതാ കേട്ടാ. ഡാൻസ് എല്ലാം സ്റ്റേജിൽ നിന്ന് കളിക്കുമ്പോ വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല. ഇവിടുന്ന് കൈകൊണ്ട് മൂടുക. സൗണ്ടെല്ലാം പോയി. പ്രസാദനൊക്കെ ഒരു തോറ്റേട്ടാ. ഈ സ്നേഹത്തിന് മുന്നിൽ നമ്മള് പരാജയപ്പെട്ടാ. ഇനി വരാനുള്ള എടുക്കാൻ കുറച്ചും കൂടി എന്നാൽ രംശേഷിന്റെ 2 പാളയും കൂടി എടുത്തു തരാൻ ചാൻസ് ഉണ്ട്. കൊണ്ട് പണയം വെച്ചിട്ട് മേടിച്ചോ. നിന്റെ അഭിപ്രായം? കുറച്ചും കൂടി എന്നാ പ്രസാദം രംശേഷിന്റെ 2 പാളയം എടുത്തോണേ. പണയം വെച്ചിട്ടുള്ള വീടായിരിക്കും കുറച്ച് ഞാൻ വീട് എളുപ്പമായിരിക്കും വരും. പറയൂ നിങ്ങള് ചാരിറ്റിക്ക് വേണ്ടി എന്റെ വീട് തരുന്നു. അപ്പൊ ചങ്ങായി പറയാം, ഞാൻ വീട്ടിലെത്തിയട്ടാ. പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ആടെ നമ്മളെ അടയിലിരുന്ന് കുറച്ചും വർത്താനെല്ലാം പറഞ്ഞ് എല്ലാവരോടും അടിപൊളിയായി എൻജോയ് ചെയ്ത പരിപാടി കേട്ടാ. കുറേ കാലത്തിനടുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. അടിപൊളി എൻജോയ് ചെയ്ത് അമ്മയെല്ലാം വന്ന് ഉറക്കറങ്ങി. ഞാൻ കുറേ സമയം അടിയിൽ വർത്താനം പറഞ്ഞു. തളർന്ന് നല്ല ക്ഷീണം പിടിച്ച് ഇനി ഒന്ന് കുളിക്കണം, കിടന്നുറങ്ങണം. ഇപ്പോൾ സമയം 2:30 2:30 3 മണിയായിട്ടായി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എല്ലാ ചങ്കുകളും ചങ്ങായിമാരും. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.